Hello everyone, welcome back to our video lesson. Here we are looking to the remaining area of the short story Lamb to the Slaughter, written by Roald Dahl. Before that, we can take a recap of what has happened till now. ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. മേരി മെലോണിയുടെ റൂമിലോട്ട് ഹസ്ബൻഡ് വരുന്നു, ജോലി കഴിഞ്ഞ്. അവർ തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്നു. ഹസ്ബൻഡ് എന്തോ പറയുന്നു, മേരി മെലോണി അത് ഇഷ്ടപ്പെടുന്നില്ല, അവളാകെ മരവിച്ചു പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. So and we stopped in this line. You can see the line by the window with his back to her and she stopped. At that particular point we stopped our last class, and today we can continue with the next line. You can see. Okay, let's continue. For God's sake, he said, hearing her but not turning round, don't make supper for me. I'm going out. At that point, Mary Maloney simply walked up behind him, and without any pause, she swung the big frozen leg of the lamb high in the air and brought it down as hard she could on the back of his head. So, what happened? Mary Maloney actually passing through there. At that time, the husband stands near to the window, looking to the outside of that particular house. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് മേരി മലോണി അതിലൂടെ ആ ഒരു ലാമ്പിൻ്റെ ലെഗ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതും കൊണ്ട് പോവാണ്. ആ സമയത്താണ് നമ്മുടെ ഹസ്ബൻഡ് പറയുന്നത്, എന്ത്, ഫോർ ഗോഡ് സേക്ക്, ദൈവത്തെ ഓർത്ത് എന്ത് ചെയ്യ്, ഹിയറിങ് ഹർ, അവൾ കേട്ടുകൊണ്ടാണത് പറയുന്നത്, പക്ഷെ തിരിഞ്ഞിട്ടില്ല. ഓക്കെ, തിരിഞ്ഞു നിൽക്കുന്നില്ല, അവൾ കേൾക്കുന്നുണ്ട്. ഫോർ ഗോഡ് സേക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഓർത്ത്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യരുത്, എനിക്കിന്ന് സപ്പർ ഉണ്ടാക്കരുത്, ഞാൻ പുറത്തോട്ട് പോവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേട്ടപാടെ മേരി മലോണി എന്താ ചെയ്യുന്നത്, ആ ഒരു കയ്യിലുണ്ടായിരുന്ന ആ ഒരു ആടിൻ്റെ ആ ഒരു ലാമ്പിൻ്റെ ലെഗ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം അറിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പിന്നിൽ വന്നിട്ട് മേരി മെലോണി അതുകൊണ്ട് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. ഷി മൈറ്റ് ജസ്റ്റ് ആസ് വെൽ ഹാവ് ഹിറ്റ് ഹിം വിത്ത് എ സ്റ്റീൽ ക്ലബ്. ഒരു സ്റ്റീൽ ക്ലബ്ബ് കൊണ്ട് ഇടിച്ചിട്ടുണ്ടായിരുന്ന പോലെയാണത് ആ സമയത്ത് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സ്റ്റീലിൻ്റെ ഒരു ക്ലബ്ബ്, സ്റ്റീലിൻ്റെ ഒരു വടി കൊണ്ട് ആ ഇടിച്ച പോലെയാണ് നമുക്ക് തോന്നുക. അത്രയും ശക്തിയായിട്ട്, അത്രയും ഉറപ്പ് എന്തിനുണ്ട് ആ ഒരു ലാമ്പിൻ്റെ ലെഗിനുണ്ട്. കാരണം അത് ഫ്രീസറിലാണ് വെച്ചിരുന്നത്, ഐസായിട്ടത് അത്രയും ഹാർഡായിട്ടുണ്ട്. ഹി സ്റ്റെപ്ഡ് ബാക്ക് അ പേസ്, waiting, and the funny thing was that he remained standing there for at least 4 or 5 seconds, gently swaying. Then he crashed to the carpet. അവൾ തലയിൽ ആനടിച്ചു കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്, ഒന്ന് ബാക്കിലോട്ട് നിൽക്കുകയാണ്. ഓക്കെ, അവളൊന്ന് തരിച്ചു പോയി, അവൾ അറിയാതെ ചെയ്തതായിരിക്കാം, അവളെന്തായാലും ബാക്കിലോട്ട് നിൽക്കുകയാണ്. പക്ഷേ അവിടെ നമുക്കൊരു ഫണ്ണി തിങ് ആയിട്ട് കാണാൻ പറ്റുന്നത്, ഈ അടി കൊണ്ട് ഒരു 4-5 സെക്കൻഡൊക്കെ അതേ നിൽപ്പിൽ ആരും അവിടെ നിൽക്കുക ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹസ്ബൻഡ്, മേരി മെലോണിയുടെ ഹസ്ബൻഡ് അവിടെ നിന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം അങ്ങനെ ചെരിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, കാർപ്പറ്റിലോട്ട് വീയാണ്. ദ വയലൻസ് ഓഫ് ദ ക്രാഷ്, ദ നോയ്സ്, ദ സ്മാൾ ടേബിൾ ഓവർ ടേണിങ്, ആ ഒരു ശബ്ദം, അദ്ദേഹം താഴെ വീഴുന്ന ശബ്ദം ഉണ്ടായി, അവിടെ ഒരു ഒച്ചപ്പാടുണ്ടായി. അവിടെ അദ്ദേഹത്തിൻ്റെ കൈ തട്ടിയിട്ട് അവിടുത്തെ ചെറിയ ടേബിൾ എന്ത് ചെയ്തു, മറിഞ്ഞു വീണു. ഹെൽപ്പ് ടു ബ്രിങ് ഹെർ ഔട്ട് ഓഫ് ദ ഷോക്ക്. അപ്പോൾ ആ ശബ്ദങ്ങളൊക്കെ അവളെ, മേരി മെലോണിയെ ആ ഒരു ഷോക്കിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്നു. അവൾ തൻ്റെ ഹസ്ബൻഡിനെ തലക്കടിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന് ഈ ഒരു സൗണ്ടുകളൊക്കെ അവളെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഷീ കെയിം ഔട്ട് സ്ലോലി, ഫീലിംഗ് കോൾഡ് ആൻഡ് സർപ്രൈസ്ഡ്, and she stood for a while blinking at the body, still holding the ridiculous piece of meat tight with both hands. അപ്പോൾ അവൾ പതിയെ ആ ഒരു ഇമോഷനിൽ നിന്ന് പുറത്തോട്ട് വരികയാണ്. ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് ഇപ്പോൾ അവൾക്കുള്ളത്. കോൾഡ്, ഭയങ്കര മരവിപ്പ് അല്ലെങ്കിൽ തണുപ്പ് അവളുടെ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. കുറച്ച് അവൾ ബാക്കിലോട്ട് നിൽക്കുകയാണ്, അവളുടെ ബോഡി ഇങ്ങനെ കിടുകിടാ വിറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്തും അവൾ കയ്യിൽ എന്തുണ്ട്, ആ ഒരു ലെഗ്, ലാമ്പിൻ്റെ ആ ഒരു ലെഗ് അവളുടെ കയ്യിലുണ്ട്. ഓൾ റൈറ്റ്, ഷി ടോൾഡ് ഹെർസെൽഫ്, സോ ഐ ഹാവ് കിൽഡ് ഹിം. അവൾ മനസ്സിൽ അവളോട് തന്നെ പറയാണ്, അത് ശരി, ഞാൻ അയാളെ കൊന്നു അല്ലേ. ഐ വാസ് എക്സ്ട്രാ ഓർഡിനറി, ഇറ്റ് വാസ് എക്സ്ട്രാ ഓർഡിനറി. നൗ ഹൗ ക്ലിയർ ഹെർ മൈൻഡ് ബിക്കം ഓൾ ഓഫ് എ സഡൻ.
പക്ഷേ നമ്മൾ കാണുകയാണ് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ അവളുടെ മൈൻഡ് ക്ലിയർ ആവുകയാണ്. ഞാൻ അദ്ദേഹത്തെ കൊന്നു. അവളുടെ മൈൻഡ് സ്വബോധത്തിലോട്ട് തിരിച്ചു വരികയാണ്. ഇത് ഭയങ്കര അതിശയകരം തന്നെ. ഇറ്റ് വാസ് എക്സ്ട്രാ ഓർഡിനറി എന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. ഷി ബിഗാൻ തിങ്കിങ് വെരി ഫാസ്റ്റ്. ആസ് ദ വൈഫ് ഓഫ് എ ഡിറ്റക്റ്റീവ് ഷി ന്യൂ ക്വിറ്റ് വെൽ വാട്ട് ദ പെനാൽറ്റി വുഡ് ബി. അപ്പോൾ അവൾക്കറിയാം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഉള്ള ശിക്ഷ എന്താണ് എന്നത്. കാരണം എന്താണ്, നമ്മുടെ മേരി മലോണിയുടെ ഹസ്ബൻഡ് ഒരു ഡിറ്റക്റ്റീവാണ്. ഇവിടെ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. മേരി മലോണിയുടെ ഹസ്ബൻഡ് ഒരു ഡിറ്റക്റ്റീവ് ആണെന്നുള്ളത് ഈ ഒരു പാരഗ്രാഫിൽ നിന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. ദാറ്റ് വാസ് ഫൈൻ. It made not different to her. In fact, it would be a relief. On the other hand, what about the child? What were the laws about murderers with unborn children? ആ സമയത്ത് മേരി മലോണിയുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോവാണ്. എന്തായാലും ചെയ്തത് നല്ലതായി, എനിക്കൊരു റിലീഫായല്ലോ. ഓക്കെ, അപ്പോൾ അവളുടെ ആ ഒരു കാരണം അവളുടെ ഹസ്ബൻഡ് അവളോട് പറഞ്ഞിരുന്നത് നമുക്ക് അത്രയും വ്യക്തമല്ല, പക്ഷെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവളെ ഹസ്ബൻഡ് ഒഴിവാക്കാൻ ആണ് പറഞ്ഞിരുന്നത്. കാരണം പറയുന്നുണ്ട്, കുട്ടിക്ക് ചിലവ് ഞാൻ കൊടുക്കാം, നിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കാം, ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. മീൻസ് അവർ ഡിവോഴ്സ്, ഹസ്ബൻഡിന് അവളെ വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സമയത്ത് അവൾ ചിന്തിക്കുന്നുണ്ട്, വാട്ട് അബൌട്ട് ദ ചൈൽഡ്? എൻ്റെ കുട്ടി, അൺബോൺ ആയിട്ടുള്ള എൻ്റെ കുട്ടിയെക്കുറിച്ച് എന്താണ്, കുട്ടിയുടെ അവസ്ഥ എന്താകും? വാട്ട് വർ ദ ലോസ് എബൌട്ട് എ മർഡറേഴ്സ് വിത്ത് അൺബോൺ ചിൽഡ്രൻ? ഇങ്ങനെയുള്ള കുറ്റവാളികൾ, അൺബോൺ ചിൽഡ്രനുള്ള, ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള കുറ്റവാളികളെ അവർക്ക് എന്ത് ശിക്ഷയാണ് ഗവൺമെൻറ് കൊടുക്കുക? ഡിഡ് ദേ കിൽ ദം ബോത്ത് മദർ ആൻഡ് ചൈൽഡ്? അവർ രണ്ടുപേരെയും കൊന്നു കളയാറാണോ പതിവ്? ഓർ ഡിഡ് ദേ വൈറ്റ് അൺടിൽ ദ 10th month? ഒരു 10th month വരെ കാത്തു നിൽക്കുമോ? വാട്ട് ഡിഡ് ദേ ഡു? അവരെന്താണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാറെന്ന് മേരി മലോണി ആലോചിക്കുകയാണ്. ഗവൺമെൻറ് എന്താണ് ചെയ്യാറെന്നുള്ളത്. മേരി മലോണി ഡിഡിൻ നോ ആൻഡ് ഷീ സർട്ടൻലി വാസ് നോട്ട് പ്രിപ്പേർഡ് ടു ടേക്ക് എ ചാൻസ്. അവൾക്കത് അറിയില്ലായിരുന്നു. പക്ഷേ പക്ഷെ അവളുടെ അടുത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, മേരി മലോണി ആ ഒരു കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മേരി മലോണി ആ ഒരു കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് അവൾ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ കാണിക്കുന്ന കുറച്ച് ഐഡിയാസൊക്കെയാണ് ഇനി കാണുന്നത്. She carried the meat into the kitchen, placed it in a pan, turned the oven on high and shoved it inside. അപ്പോൾ ആ ഒരു മീറ്റ്, നമ്മുടെ ഈ ഒരു ലാമ്പിൻ്റെ ലെഗ് എന്ത് ചെയ്യാണ്, തൻ്റെ ഹസ്ബൻഡിൻ്റെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള ലെഗാണ്, അത് കൊണ്ടുപോയിട്ട് കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്യാണ്. ദെൻ ഷീ വാഷ്ഡ് ഹെർ ഹാൻഡ്സ് ആൻഡ് റാൻ അപ്സ്റ്റെയർസ് ടു ദ ബെഡ്റൂം. കൈകളൊക്കെ കഴുകിയിട്ട് അവൾ ബെഡ്റൂമിലോട്ട് പോകുന്നു. ഷീ സാറ്റ് ഡൗൺ ബിഫോർ ദ മിറർ, tidied her face, touched up her lips and face. She tried a smile. It came out rather peculiar. She tried again. അവൾ താഴെ റൂമിലോട്ട് പോകുന്നു, ബെഡ്റൂമിലോട്ട് പോയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ മുഖമൊക്കെ അവൾ ശരിയാക്കുകയാണ്. ഓക്കെ, ലിപ്സും ഫേസൊക്കെ എല്ലാം ഒന്ന് ശരിയാക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവൾ മാറുകയാണ്. ഷി ട്രൈഡ് എ സ്മൈൽ. ഒരു ചിരി മുഖത്തോട്ട് കൊണ്ടുവരാണ്. പക്ഷേ ആ ചിരി പെക്കൂലിയർ, മീൻസ് അൺയൂഷ്വൽ. ആ ചിരി ഒരു അസാധാരണ പോലെയാണ് തോന്നുന്നത്. അവൾ വീണ്ടും ശ്രമിക്കുകയാണ് നോർമലായിട്ടുള്ള ചിരി മുഖത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഹലോ സാം, ഷീ സെഡ് ബ്രൈറ്റ്ലി അലൗഡ്. കണ്ണാടിക്ക് മുമ്പിൽ നിന്നിട്ട് അവൾ പറയാണ് ഹലോ സാം, ബ്രൈറ്റ്ലി, നല്ല സൗണ്ടോട് കൂടി പറയാണ്. ദ വോയിസ് സൗണ്ടഡ് പെക്കൂലിയർ ടു. പക്ഷേ ആ സൗണ്ട് പോലും നമുക്കൊരു അസാധാരണമായിട്ട് തോന്നുകയാണ്. ഐ വാണ്ട് സം പൊട്ടാറ്റോസ് പ്ലീസ് സാം. യെസ് ഐ തിങ്ക് ഐ ക്യാൻ. യെസ് ഐ തിങ്ക് എ ക്യാൻ ഓഫ് പേസ്. കണ്ണാടിക്ക് മുമ്പിൽ ഇരുന്നിട്ട് അവളെന്തോ പ്രാക്ടീസ് ചെയ്യുകയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുക. കാരണം സാം എന്നുള്ളൊരാൾ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ സാമിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് പൊട്ടാറ്റോ വേണം, അപ്പോൾ അതോ കടയിൽ പോയിട്ട് പൊട്ടാറ്റോ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവൾ അത് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെയോ യെസ് ഐ തിങ്ക് ക്യാൻ ഓഫ് പീസ്, കുറച്ച് പീസ് കൂടി വേണം. ദാറ്റ് വാസ് ബെറ്റർ. ബോത്ത് ദ സ്മൈൽ ആൻഡ് ദ വോയിസ് വെർ കമ്മിങ് ഔട്ട് ബെറ്റർ നൗ. അപ്പോൾ ഈ സമയത്ത് അവളുടെ സൗണ്ടും അവളുടെ ആ ഒരു ആക്ഷനൊക്കെ കുറേയൊക്കെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് അവൾക്ക് കണ്ണാടി നോക്കിയിട്ട് മനസ്സിലാവാണ്. ഷി റിഹേഴ്സ്ഡ് ഇറ്റ് സെവറൽ ടൈംസ് മോർ. ദെൻ ഷി റാൻ ഡൗൺ സ്റ്റേഴ്സ്, ടുക്ക് ഹെർ കോട്ട്, വെൻറ്റ് ഔട്ട് ദ ബാക്ക് ഡോർ, ഡൗൺ ദ ഗാർഡൻ, ഇൻ ടു ദ സ്ട്രീറ്റ്. അവൾ ഒരുപാട് ടൈം റിഹേഴ്സ് ചെയ്തിരുന്നു. റിഹേഴ്സലൊക്കെ നടത്തിയിട്ട് ഓക്കെ ആണ് എന്ന് തോന്നിയിട്ട് സ്റ്റെയർ ഇറങ്ങിയിട്ട് അടിയിലോട്ട് പോകുന്നു, കോട്ടെടുത്ത് ധരിക്കുന്നു, ബാക്ക് ഡോറിലൂടെ എന്ത് ചെയ്യാണ്, ഗാർഡനിലൂടെ സ്ട്രീറ്റിലോട്ട് പോവാണ്. ഇറ്റ് വാസ് നോട്ട് 6 o'clock യെറ്റ് ആൻഡ് ദ ലൈറ്റ്സ് വർ സ്റ്റിൽ ഓൺ ദ ഗ്രോസറി ഷോപ്പ്. അപ്പോൾ അവളുടെ വീടിൻ്റെ ബാക്കിൽ എന്തുണ്ട്, ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ട്, ഒരു പലചരക്ക് കടയുണ്ട്. അപ്പോൾ അവലോട്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് മേരി മലോണി ഇപ്പോൾ പോകുന്നത്. 6 മണി ആയിട്ടുണ്ട്, പക്ഷേ ആ കട ഇപ്പോഴും ഓപ്പൺ ആണ്. ഓക്കെ. ഹലോ സാം, ഷീ സെഡ് ബ്രൈറ്റ്ലി, സ്മൈലിംഗ് അറ്റ് ദ മാൻ ബിഹൈൻഡ് ദ കൗണ്ടർ. വൈ ഗുഡ് ഈവനിങ് മിസ്സിസ് മലോണി. ഹൗ ആർ യു?
I want some potatoes, please. Yes, Sam. I think a can of peas. The man turned and reached up behind him on the shelf for the peas. അപ്പോൾ അവൾ കണ്ണാടിക്ക് മുമ്പിലിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രാക്ടിക്കലാക്കാണ്. കടയിൽ പോയിട്ട് സാമിനോട് ചിരിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. സോ മേരി മലോണി ഈസ് സോ ഇൻ്റലിജൻറ്റ് ഹിയർ. യു ക്യാൻ സീ ഫ്രം ദിസ് ലൈൻ ഷീ ഈസ് സോ വിസ്ഡം ഗേൾ. ഭയങ്കരമായിട്ട് ബുദ്ധി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം തൻ്റെ ഹസ്ബൻഡിനെ കൊന്നിട്ടാണ് അവൾ വരുന്നത്. ഓക്കെ, സോ ഹൗ ആർ യു? കടക്കാരൻ ചോദിക്കാണ് എന്താണ് വേണ്ടത്. മേരി മലോണി, ഗുഡ് ഈവനിങ്, ഹൗ ആർ യു, എന്താണ് വേണ്ടത്? അപ്പോൾ കുറച്ച് പൊട്ടാറ്റോസ് വേണമെന്ന് പറയാണ്. അതിനുശേഷം കുറച്ച് പീസും കൂടി വേണമെന്ന് പറയാണ്. ദ മാൻ ടേൺഡ്, അയാൾ എന്ത് ചെയ്യാണ്, ആ ഒരു കടയിലുള്ള ആളുടെ പേരാണ് സാം. സാം എന്ത് ചെയ്യാണ്, അത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് തിരിയാണ്. പാട്രിക് ഹാസ്, പാട്രിക്സ് എന്നല്ല, പാട്രിക്ക് കഴിഞ്ഞിട്ടൊരു അപ്പോസ്ട്രോഫി എസ് ഇട്ടിട്ട് ഇവിടെ ആക്ച്വലി കൊടുത്തിട്ടുള്ളത് പാട്രിക് ഹാസ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ്. പാട്രിക് ഹാസ് ഡിസൈഡഡ് ഹീസ് ടയേർഡ് ആൻഡ് ഡസൻ വാണ്ട് ടു ഈറ്റ് ഔട്ട് ടുനൈറ്റ്. അപ്പോൾ മേരി മലോണി കടക്കാരനോട്, സാമിനോട് പറയാണ്, പാട്രിക്ക് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ത്, ഇന്ന് പുറത്തോട്ട് പോകണ്ട, ഇന്ന് ടയേർഡാണ്, അപ്പോൾ ഇന്ന് വീട്ടിലിരുന്നിട്ട് തന്നെ കഴിക്കണം. കാരണം സാമിനറിയാം തേഴ്സ്ഡേകളിൽ, വ്യാഴാഴ്ചകളിൽ ഈ ഒരു മേരി മലോണി അല്ലെങ്കിൽ പാട്രിക്കാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്, പാട്രിക്. ഓക്കെ, സോ വി ഹാവ് ദ നെയിം ഓഫ് അനദർ ക്യാരക്ടർ, ദ ഹസ്ബൻഡ് ഓഫ് മേരി മലോണി, പാട്രിക്. അപ്പോൾ പാട്രിക്ക് ആക്ച്വലി തേഴ്സ്ഡേകളിൽ പാട്രിക്കും മേരി മലോണിയും വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടാണ് കഴിക്കാറ്. പക്ഷേ ഇന്ന് അദ്ദേഹം ടയേർഡാണ്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാനാണ് വന്നതെന്ന് ആരെ ധരിപ്പിക്കാണ് ഇവിടെ ചെയ്യുന്നത്? മേരി മലോണി സാമിനെ ധരിപ്പിക്കാണ് ചെയ്യുന്നത്. കാരണം അവൾക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ പോലീസുകാർ വരും, ഇഷ്യൂസ് ആവും, കേസ് നടക്കും എന്നൊക്കെ. അപ്പോൾ അതിനുവേണ്ടി തെളിവുകൾ ക്രിയേറ്റ് ചെയ്യാണ് മേരി മലോണി ഇവിടെ ചെയ്യുന്നത്. We usually go out Thursdays, and now he has got me without any vegetables in the house. ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളും പുറത്തോട്ട് പോവാറാണ് പതിവ്. പക്ഷേ വീട്ടിലൊന്നും കരുതാത്തത് ഇപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്നതാണ് എന്ന് പറയാണ്. ഓക്കെ, സാധനങ്ങളൊന്നും ഇല്ലാതെ അയാൾ എന്നെ കണ്ടെത്തി, മീൻസ് എന്താണ്, ഞാൻ വീട്ടിലൊന്നും കെയർ ചെയ്യുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. Then how about meat, Mrs. Maloney? No, I have got meat, thanks. I got a nice leg of lamb from the freezer. കടക്കാരൻ ചോദിക്കുകയാണ്, മീറ്റ് വേണോ, ഇറച്ചി വേണോ എന്ന്. വേണ്ട, എനിക്ക് ഫ്രീസറിൽ നിന്ന് എനിക്കൊരു ലാമ്പ് ഉണ്ട്, അത് ലാമ്പിൻ്റെ ലെഗ് കിട്ടിയിട്ടുണ്ട്. ഓ, ഐ ഡോണ്ട് മച്ച് ലൈക്ക് കുക്കിംഗ് ഇറ്റ് ഫ്രോസൺ സാം, ബട്ട് ഐ ആം ടേക്കിംഗ് എ ചേഞ്ച് ഓൺ ഇറ്റ് ദിസ് ടൈം. മേരി മലോണി പറയാണ്, ഫ്രീസറിൽ നിർത്തിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം എനിക്ക് അങ്ങനെ കണ്ട് കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ ഈ ഒരു സമയത്ത് അത് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു നാടകീയമായിട്ടുള്ള ഡയലോഗുകളൊക്കെയാണ് ഇവിടെ മേരി മലോണി പറയുന്നത്. യു തിങ്ക് ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്? അപ്പം എന്നിട്ട് ചോദിക്കുകയാണ്, മേരി മലോണി സാമിനോട് ചോദിക്കുകയാണ്, അങ്ങനെ അത് ചെയ്താൽ ഓക്കെ അല്ലേ, അങ്ങനെയും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പേഴ്സണലി ദ ഗ്രോസർ സെഡ് ഐ ഡോണ്ട് ബിലീവ് ഇറ്റ് മേക്സ് എനി ഡിഫറൻറ്റ്. അപ്പോൾ സാമ് പറയാണ്, വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ഡിഫറൻ്റ് ഒന്നും തോന്നിയിട്ടില്ല. സാധാ ഫ്രഷ് മീറ്റ് ആണെങ്കിലും ഫ്രീസറിൽ വെച്ച് നമ്മൾ എടുത്തിട്ടുള്ള മീറ്റ് ആണെങ്കിലും രണ്ടും കുക്ക് ചെയ്ത ഒരുപോലെയാണ് ടേസ്റ്റ് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ആര് പറയാണ്, സാമ് പറയാണ്. യു വാണ്ട് ദീസ് ഇഡാഹോ പൊട്ടാറ്റോസ്? ഒരു പൊട്ടാറ്റോസ് ആണ്, ഒരു കാറ്റഗറി ഓഫ് പൊട്ടാറ്റോസ് ആണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഇഡാഹോ പൊട്ടാറ്റോസ് വേണോ? ഓ യെസ്, ദാറ്റ് വിൽ ബി ഫൈൻ. അത് കുറച്ച് വെച്ചോളൂ, നന്നായിരിക്കും എന്ന് പറയാണ്. 2 of those, 2 വെച്ചോളൂ എന്ന് പറയാണ് ആര്, മേരി മലോണി. ആ സമയത്ത് കടക്കാരൻ ചോദിക്കുകയാണ്, എനിത്തിങ് എൽസ്, മറ്റെന്തെങ്കിലും വേണോ? ദ ഗ്രോസർ കുക്ക്ഡ് ഹിസ് ഹേർട്ട് ഓൺ വൺ സൈഡ്. എന്നിട്ട് തലയൊക്കെ ഒരു വാത്തക്കിന് ആട്ടിയിട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും വേണോ? ലുക്കിംഗ് അറ്റ് ഹെർ പ്ലസൻ്റ്ലി. ഒക്കെ വളരെ പ്ലസൻ്റായിട്ട് സന്തോഷപൂർവ്വം മേരി മലോണിയെ നോക്കിയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഹൗ അബൌട്ട് ആഫ്റ്റർവേർഡ്സ്? വാട്ട് യു ഗോയിങ് ടു ഗിവ് ഹിം ഫോർ ആഫ്റ്റർവേർഡ്സ്? ആഫ്റ്റർവേർഡ്സ് മീൻസ് ഫുഡിന് ശേഷം. ഇപ്പം നിങ്ങളിതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ശേഷം നിങ്ങൾ എന്താണ് ഹസ്ബൻഡിന് കൊടുക്കാൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്താണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. വെൽ, വാട്ട് വുഡ് ബി യു സജസ്റ്റ്? ആ സമയത്ത് മേരി മലോണി ചോദിക്കുകയാണ്, നീ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്, നീ തന്നെ പറ, നീ അല്ലേ ചോദിച്ചത്. സാം ദ മാൻ ഗ്ലാൻസ്ഡ് അറൗണ്ട് ഹിസ് ഷോപ്പ്. അപ്പോൾ സാം എന്ത് ചെയ്യാണ്, ഗ്ലാൻസ്ഡ്, ഇങ്ങനെ ആകെ ഒന്ന് ചുറ്റുപാടും കണ്ണുകൾ ഓടിച്ച് നോക്കുകയാണ്. ഹൗ അബൌട്ട് എ നൈസ് ബിഗ് സ്ലൈസ് ഓഫ് ചീസ് കേക്ക്? ഒരു വലിയൊരു ചീസ് കേക്കിൻ്റെ ഒരു കഷ്ണം കൊണ്ടുപോയിക്കോളൂ, എന്നിട്ട് അതെന്ത് ചെയ്യാം, നിങ്ങളുടെ സപ്പറിന് ശേഷം നിങ്ങൾക്കൊരു മധുരം കഴിക്കാം. ഐ നോ ഹി ലൈക്സ് ദാറ്റ്. സാമിനെ പറയാണ്, എനിക്കറിയാം പാട്രിക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാണ്. പെർഫെക്റ്റ്, ഷീ സെഡ് ഹി ലവ്സ് ഇറ്റ്. പെർഫെക്റ്റ് ആണ്, നിൻ്റെ ഒപ്പീനിയൻ ഓക്കെയാണ്, അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ അത് എടുത്തോളൂ എന്ന് പറയാണ് മേരി മലോണി. ആൻഡ് വെൻ ഇറ്റ് വാസ് പെയ്ഡ് ഷീ പുട്ട് ഓൺ ഹെർ ബ്രൈറ്റസ്റ്റ് സ്മൈൽ ആൻഡ് സെഡ്, താങ്ക് യു സാം, ഗുഡ് നൈറ്റ് മിസ്സിസ് മലോണി ആൻഡ് താങ്ക് യു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് അവൾ ഭയങ്കര ഒരു ചിരിയോട് കൂടിയിട്ട്
മേരി മലോണി കടക്കാരനോട് ഗുഡ് നൈറ്റ് ഒക്കെ പറയുകയാണ്. അദ്ദേഹം ഇങ്ങോട്ട് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിരിയാണ്. ആൻഡ് നൗ ഷി ടോൾഡ് ഹേർസെൽഫ് ആസ് ഹറിഡ് ബാക്ക് ഓൾ ഷി വാസ് ഡൂയിങ് നൗ ഷി വാസ് returning home to her husband and he was waiting for his supper and she must cook it good. മേരി മലോണി വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവൾ ചിന്തിക്കുകയാണ്, ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകണം, അവിടെ എൻ്റെ ഹസ്ബൻഡ് എന്നെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇവിടുന്ന് നമുക്കറിയാം അവളുടെ മൈൻഡിൽ പോലും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ശ്രമിക്കുന്നത്. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് കാത്തിരിക്കുകയാണ്, ഞാനിപ്പോൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, and make it as tasty as possible because the poor man was tired and if when she entered the house she happened to find anything unusual. എന്നിട്ട് അവൾ അങ്ങനെ ചിന്തിക്കുകയാണ്, അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ്, അദ്ദേഹം ഇന്ന് വളരെ ക്ഷീണിതനാണ്, അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് അവൾ ചുറ്റുപാട് നോക്കുകയാണ്. ഒന്നും നടന്നിട്ടില്ല എന്ന് അവൾ തന്നെ അവളുടെ മൈൻഡിനെ വിശ്വസിപ്പിക്കുകയാണ്. ഓക്കെ, ഫൈൻഡ് എനിത്തിങ് അൺയൂഷ്വലായിട്ട് അസാധാരണമായിട്ട് ഒന്നും തന്നെ നടന്നിട്ടില്ല വീടിനകത്ത് നിന്ന് അവൾ സ്വയം കരുതി ചിന്തിക്കുകയാണ്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. ട്രാജിക്കായിട്ട് ദുരന്തമൊന്നും നടന്നിട്ടില്ല, ടെറിബിളായിട്ട് ഭീതി ഉണ്ടാക്കുന്നൊന്നും നടന്നിട്ടൊന്നുമില്ല. ഓക്കെ, then naturally it would be a shock and she would become frantic with grief and horror. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഇങ്ങനെയൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് വീടിനകത്തോട്ട് കയറിയ സമയത്ത് ഹസ്ബൻഡ് നിലത്ത് മരിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് അവൾ പെട്ടെന്ന് ഷോക്കാവാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് വിറയൽ വരികയാണ്, പേടി വരികയാണ്, ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്, ഭയങ്കരമായിട്ട് അവളുടെ മൈൻഡിൽ ഹൊറർ ഭയങ്കരമായിട്ട് ടെറിബിൾ ആവുകയാണ്, അവൾ ഭയങ്കരമായിട്ട് ഫിയർഫുൾ ആവുകയാണ്. ഓക്കെ, ഇത്രയൊക്കെ അവൾ ചെയ്തെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ പോയി ആക്ട് ചെയ്തു, കടക്കാരൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നപ്പോൾ വീട്ടിലൊന്നും നടക്കാത്ത പോലെ മൈൻഡിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിലെത്തി ഹസ്ബൻഡ് മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ അവളാകെ എന്ത് ചെയ്യാണ്, അവളാകെ ബുദ്ധിമുട്ടിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം വരെ നമുക്ക് ഇന്ന് നോക്കിയാൽ മതി, ബാക്കി എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ സ്റ്റോറിയൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ കുറച്ച് പറയാം. അദ്ദേഹം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോലീസുകാർ വരുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഒരു ഇൻസ്പെക്ടറാണല്ലോ, ഡിറ്റക്റ്റീവ് ആണല്ലോ, പോലീസുകാരൊക്കെ വരുന്നുണ്ട്, കേസ് ആവുന്നുണ്ട്. പക്ഷേ മേരി മലോണി ആർക്കും സംശയമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ടൊക്കെയാണ് സ്റ്റോറി പോകുന്നത്. ഓക്കെ, നമ്മുടെ സാം എന്നുള്ള ആ ഗ്രോസറി ഷോപ്പ് കീപ്പർ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് പോയത് ഒക്കെ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത് മേരി മലോണി ഉദ്ദേശിക്കുന്നത് താൻ ആരെയും കൊന്നിട്ടില്ല എന്ന് അവൾ വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ട തെളിവുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എനിവേ വി ക്യാൻ മീറ്റ് ഫോർ ദ നെക്സ്റ്റ് ടൈം. ബൈ.